ഹായ് ഓൾ, ഗ്രൂം വിത്ത് ദയാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പേർഷ്യൻ ക്യാറ്റിനെയാണ്. എന്നാൽ ഈ ക്യാറ്റ് എക്സ്ട്രീംലി ഫുള്ളി മാറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ കാണിച്ചു തരാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നും അതേപോലെ തന്നെ ഇതിനെ എങ്ങനെയാണ് നമുക്ക് സേഫ് ആൻഡ് ഹെൽത്തി രീതിയിൽ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇത് ഫുൾ ട്രിം ചെയ്യുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് നോക്കിയറിയാം ഇതിൻ്റെ തലയിലും വയറിൻ്റെ അടിയിലും കാലിലും കയ്യിലും. എൻ്റേതായ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ കണ്ണ് തുറക്കുന്നിടത്തും വാ തുറക്കുന്നിടത്തും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നോട്ടാണ്. ഇതുപോലൊരു ക്യാറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി നല്ല പേഷ്യൻസ് വേണം. കാര്യം ഇതിനെ ട്രിം ചെയ്യുന്നതിന് മുമ്പ് ഇവരെ സ്ട്രെസ് ആവാതെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ ഈ ക്യാറ്റിനെ ഒന്ന് നോക്കിയ പാവം അതിൻ്റെ അവസ്ഥ നോക്കി, ഒന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അവ ഇരിക്കുന്നത്. കാര്യം ഈ സ്കിന്ന് മൊത്തം വലിഞ്ഞ് മുറിയിരിക്കുകയാണ്. കണ്ടോ, ഈ രോമം മൊത്തം ഉണ്ട കെട്ടി ഇതുപോലെ ഇരിക്കുകയാണ്. ഈ സ്കിന്നിൻ്റെ അടിഭാഗത്തെല്ലാം പലയിടത്തായിട്ട് ഇങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഞാൻ എന്താ എടുത്തെടുത്ത് കാണിച്ചു തരുന്ന കണക്ക് ഇതുപോലുള്ള സ്കിൻ ഇഷ്യൂസ് ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ട്രിം ചെയ്യണം. ട്രിമ്മിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ നെയിൽ കട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ സമയത്ത് നമ്മൾ ഇതുപോലൊരു കോളർ യൂസ് ചെയ്യുക. കാര്യം ക്യാറ്റിൽ നിന്ന് ഡയറക്റ്റ് ബൈറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോളർ യൂസ് ചെയ്യുന്നത്. കാര്യം ഇതൊരു എക്സ്ട്രീം കേസ് ആയതുകൊണ്ട് തന്നെ നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് അവർ കൈയെടുത്ത് നമ്മളെ സ്ക്രാച്ച് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ നമ്മൾ നെയിലെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് നെയിൽ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്യാറ്റിൻ്റെ പോസിൽ നല്ലപോലെ അമർത്തണം. ആ സമയത്ത് ആ നെയിൽ പുറത്തോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ഷാർപ്പ് എഡ്ജായിട്ടുള്ള വൈറ്റ് ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ പുറകുവശത്ത് കാണുന്ന പിങ്ക് പോർഷനിൽ കട്ട് ചെയ്യാൻ പാടില്ല. അവിടെയാണ് അതിൻ്റെ ഫ്ലഷും നെർവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ നെയിൽ കട്ടിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ട്രിമ്മിങ് സ്റ്റാർട്ട് ചെയ്യണം. ട്രിമ്മിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ടെന്ന രീതിയിലാണ് നമ്മൾ ട്രിം ചെയ്യേണ്ടത്. എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ക്ലിപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് കണ്ടിട്ട് ഒരു സാധാരണ ഒരു ട്രിമ്മർ എടുത്ത് ട്രിം ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ട്രിം ചെയ്താൽ അതിൻ്റെ ദേഹത്ത് ഒരുപാട് മുറിവുകളും കട്ടുകളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ സേഫായി ഇതുപോലൊരു ഫ്ലോയിൽ വേണം കട്ട് ചെയ്യാൻ. നിങ്ങൾ നോക്കി ഇതിൻ്റെ കോട്ട് ഷീറ്റ് പോലെയാണ് വന്നിരിക്കുന്നത്. അത്രത്തോളം സ്കിന്നിനോട് ചേർന്ന് വളരെ അമർന്നിരിക്കുന്ന ഒരു കണ്ടീഷനിലാണ്. ഇങ്ങനെയുള്ള പീസായിട്ടാണ് നമുക്ക് ട്രിം ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ദേഹം മാസകലം എല്ലായിടവും ഇതേപോലെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഇതിൻ്റെ ഇത്രത്തോളം നോട്ട് ഉണ്ടാവാൻ ഉള്ള കാര്യം, ഈ നോട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, പേർഷ്യൻ ക്യാറ്റുകൾക്കെന്ന് പറഞ്ഞാൽ ഇയർ അറൗണ്ട് ഷെഡിങ് ഉണ്ടാവും. എന്ന് വെച്ചാൽ എപ്പോഴും ഇതിന് ഷെഡിങ് ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സീസൺ അനുസരിച്ച്, ഇപ്പോൾ വിൻ്റർ സീസണിലാണെങ്കിൽ ആ കാലാവസ്ഥയെ അതിജീവിക്കാൻ വേണ്ടി അതിൻ്റെ ഇന്നർ കോട്ടുകൾ ഷെഡ് ചെയ്തിട്ട് പുതിയ കോട്ടുകൾ വരും. ആ പഴയ കോട്ടുകൾ പുതിയ കോട്ടുകളുമായിട്ട് ചെറുതായിട്ട് വന്ന് ഒട്ടിയിരിക്കും. അപ്പം നമ്മൾ ആ ഡെഡ് ഹെയർ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പതുക്കെ അത് അവിടെ പുതിയ കോട്ടുകളുമായിട്ടിരുന്ന ചെറിയ ടാങ്കിൾസ് ഉണ്ടാവും. ഈ ടാങ്കിൾസിൽ മോയ്സ്ചർ വന്ന് ഒബ്സർവ് ആയിട്ട് അത് നോട്ടായി രൂപപ്പെടും. ഈ നോട്ട് പതിയെ ബോഡിയിൽ മൊത്തം ഈ ഡെഡ് ഹെയർ റിമൂവ് ചെയ്യാതിരുന്ന ബോഡി ഫുള്ളി ഇത് പതിയെ ഒട്ടി ഫുള്ളി നോട്ടായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന ഏരിയയിലൊക്കെയാണ്. എവിടെയൊക്കെയാണോ നമ്മുടെ ഈ ക്യാറ്റിന് ടച്ച് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയെല്ലാമാണ്. അതായത് രണ്ട് കൈകളുടെ ഇടയിൽ, കാലുകളുടെ ഇടയിൽ, അതേപോലെ തന്നെ കഴുത്തിന് ചുറ്റും, ചെവിക്ക് ബാക്ക് സൈഡിൽ, അതുപോലെ തന്നെ നെഞ്ചിൻ്റെ അടിഭാഗത്ത്, അതുപോലെ ഏത് സൈഡ് ചേർന്നാണോ അത് കിടക്കുന്നത്. ചില ക്യാറ്റുകൾ ഇടത് സൈഡ് ചേർന്നോ ചിലത് വലത് സൈഡ് ചേർന്നോ കിടക്കുന്ന ആ കിടക്കുന്ന പോർഷനിൽ അങ്ങനെയൊക്കെയാണ് ഈ നോട്ട്സ് ആദ്യം ഉണ്ടാവുന്നത്. പിന്നീട് ഇത് ബോഡി മുഴുവനും ഫുള്ളി മാറ്റഡായി മാറുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ കാറ്റിൻ്റെ കണ്ടീഷനിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ള പേർഷ്യൻ ക്യാറ്റെന്നാവട്ടെ വേറെ ഏത് ലോങ് ഹെയർ ബ്രീഡാവട്ടെ, നിങ്ങൾ അതിനെയെല്ലാം പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 ദിവസമെങ്കിലും അതിനെ ബ്രഷ് ചെയ്യണം.
എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ 3 to 4 ദിവസമൊന്നുമല്ല, നിങ്ങളൊരു പെറ്റിനെ മേടിച്ചു, അപ്പോൾ അതിനെ നല്ല പോലെ നോക്കണം. മിനിമം ഒരു ദിവസം 10 മിനിറ്റ് തൊട്ട് 20 മിനിറ്റെങ്കിലും അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. അതിനെ വളരെ ഹാപ്പി ആയിട്ട് വെക്കണം, അതിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കണം. അതേപോലെ തന്നെ അതിലൊരു 5 മിനിറ്റ് നേരം നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിനെ ഒന്ന് ബ്രഷ് ചെയ്ത് ഡീമാറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തിട്ട് കൈകൾ കൊണ്ടൊന്ന് റിവേഴ്സ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് മസാജ് ചെയ്ത് വിട്ടാൽ അവർക്ക് നല്ല ബ്ലഡ് ഫ്ലോയും ഉണ്ടാകും. ഇതുപോലെ നോട്ടൊന്നും ഉണ്ടാവാതെ വളരെ നല്ല പോലെയും ഷൈനിങ് ഉള്ള കോട്ടുമായിട്ടിരിക്കും. നല്ല പോലെ ആ ക്യാറ്റിനെ കീപ്പ് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ഹൈജീൻ ഏരിയയിലൊക്കെ എന്തുമാതിരി മാറ്റായിട്ടിരിക്കുകയാണ്. ഈ മാറ്റിൻ്റെ അടിയിലെല്ലാം ടിക്സിനും ഫ്ലീസിനും എല്ലാം ആരുടെയും ശല്യമില്ലാതെ ഇരുന്ന് ഇവരുടെ ബ്ലഡെല്ലാം കുടിച്ച് സുഖമായിരിക്കും. ആ സമയത്ത് നമ്മുടെ ക്യാറ്റുകൾക്ക് ടിക്ക് ഫീവർ ഉണ്ടാവാനും അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ ഏകദേശം ട്രിമ്മിങ് ഒക്കെ അവസാനിക്കാറായി. നമ്മളിനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് പോർഷനിലുള്ള ട്രിമ്മിങ്ങാണ് ചെയ്യുക. നിങ്ങൾക്ക് ആ ചെവിയുടെ ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ആ ചെവിയുടെ ഭാഗത്തും അതിനകത്തും ഒക്കെ ഇൻഫെക്ഷനും അതുപോലെ അത് കൈയെടുത്ത് സ്ക്രാച്ച് ചെയ്തിരിക്കുന്ന പാടും ആ കഴുത്തിൻ്റെ പോർഷനിലായിട്ട് ചെറിയ സ്ക്രാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഫുള്ളായിട്ട് ട്രിം ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്കത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വളരെ റിസ്ക് ആയിട്ടുള്ള ട്രിമ്മിങ്ങാണ് ചെയ്യുന്നത്. യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് അവൻ്റെ ഫേസിലെ രോമം എല്ലാം ട്രിം ചെയ്തെടുക്കുകയാണ്. നമ്മളുമായിട്ടൊരു ബോണ്ട് ഉള്ളത് കൊണ്ടാണ് അവ ഇപ്പം നമുക്ക് ഇതിനെ അനുവദിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ക്യാറ്റ് ഇങ്ങനെ ട്രിം ചെയ്യാൻ അനുവദിക്കുന്നതല്ല. ഇനിയിപ്പോൾ നമുക്ക് ഇയർ ക്ലീനിങ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ബോഡി എക്സാമിൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, എവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ ബോഡിയിലെ ഫുള്ള് ഹെയറും നമ്മൾ ട്രിം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് കൈകളിലെയും അതേപോലെ തന്നെ ബാക്ക് കാലുകളിലുമുള്ള കടുത്ത മാറ്റുകളാണ്. അത് നമുക്ക് വാഷിങ്ങിന് ശേഷം ട്രിം ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ നമ്മൾ ഇവനെ ട്രിം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സീറോ ട്രിമ്മിങ് അല്ല, കുറച്ച് ഹെയർ നിർത്താവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു 7FC എന്ന് പറയുന്ന ബ്ലേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവൻ്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ഹെയർ എന്ന് പറയുന്ന രോമങ്ങളെല്ലാം ഇതുപോലെ ഷീറ്റ് പോലെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ പീസുകളായിട്ട് തന്നെയാണ്. ആ സമയത്ത് നമ്മുടെ ട്രിമ്മർ പോലും കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നില്ലായിരുന്നു. ഇവൻ്റെ ദേഹത്തുള്ള എല്ലാ രോമങ്ങളും ആണ് ഈ ട്രിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടും കൂളായിട്ടും സന്തോഷമായിട്ട് ചെറിയ മൂവ്മെൻ്റൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഇതുപോലെ ഇവൻ്റെ കഴുത്തിൽ 1-2 സ്ക്രാച്ചും ബാക്കി ഇൻഫെക്ഷനും ഒക്കെ കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ആ വലിയ സ്ക്രാച്ചുകൾ. അതായത് ഇവന് ഫുള്ള് നോട്ടായിരുന്ന സമയത്ത് ഇച്ചിങ്ങും ഇറിറ്റേഷനും ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് അവർ സ്വന്തം കൈ കൊണ്ട് ഈ നഖം ഉപയോഗിച്ച് അള്ളിക്കീറിയ പാടുകളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ബോഡിയിലെ കുറച്ച് സ്കിൻ ഇൻഫെക്ഷനുകളാണ് നിങ്ങളീ കാണുന്നത്. ബോഡിയിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്കിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവനെ ഒരു മെഡിക്കേറ്റഡ് വാഷിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ചിപ്സ് എന്ന ബ്രാൻഡിൻ്റെ ക്ലോറോഡെക്സ് എന്ന് പറയുന്ന ഷാമ്പു ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇനി ഞാൻ നമ്മുടെ വാഷിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ചെവിയിൽ വെള്ളം കയറാതെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ക്യാറ്റിൻ്റെയൊക്കെ കോട്ട് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ലൂക്കോം വാട്ടർ വേണം യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മുടെ ഷാമ്പു മിക്സ് ചെയ്യുന്നതും അതുപോലെ ആയിരിക്കണം. ദേഹം മൊത്തം നല്ലപോലെ വെള്ളം വെച്ച് ആദ്യം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഷാമ്പു അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ബോഡി ഫുള്ളായി മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് വെക്കണം, ഈ മെഡിസിൻ്റെ പവർ ഒന്ന് കിട്ടുന്നതിന് വേണ്ടി. അതിനുശേഷം പതുക്കെ വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യാനാണ് വേണ്ടത്. ഡ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെറ്റ് ബ്ലോവറിൻ്റെ നോസിൽ ഊരി മാറ്റിയിട്ട് വേണം നിങ്ങൾ ഡ്രൈ ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സൗണ്ടിൻ്റെ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൂർണ്ണമായും ഡ്രൈ ആയോ എന്ന് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ മുറിവുകളിലും സ്കിൻ ഇൻഫെക്ഷനിലും വീണ്ടും മോയ്സ്ചർ ഇരുന്ന് ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈയിങ് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ട്രിമ്മിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് മാറ്റുണ്ടായിരുന്ന കാലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ട്രിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ് ട്രിം ചെയ്യുകയാണ് വേണ്ടത്. പോസിലും നല്ല പോലെ മാറ്റായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ട്രിം ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും എവിടെയൊക്കെ നോട്ട്സ് ഉണ്ട് അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണം. ഈ പോസിൻ്റെ അടിയിലുള്ള എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുമ്പോൾ അതിന് ഫ്രീ ആയിട്ട് വിരലുകളും എല്ലാം ഒന്ന് അനക്കാൻ കഴിയും.
അവൻ്റെ ആ വിരലുകൾക്കൊരു മൂവ്മെൻറ്റും കിട്ടും. ഇനിയിപ്പോൾ പോസ്റ്റ് ട്രിമ്മിങ് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി ഒന്ന് ഫൈനൽ ട്രിമ്മിങ് കൂടെ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഇയറുകൾക്കുള്ളിലെ കുറച്ച് ഹെയറും പുറത്തെ ഹെയറും കൂടെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ എൻ്റെ ട്രിമ്മിങ് പ്രോസസ്സ് അവസാനിക്കുകയായി. ഇപ്പം നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് അവൻ്റെ ഫൈനൽ ഔട്ടെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് അവൻ്റെ ആ ഫൈനൽ ലുക്കെന്ന് പറയുന്ന വളരെ സുന്ദരനായിട്ടല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അവൻ്റെ പുതിയ ലുക്കും പഴയ ലുക്കും കൂടെ ഒന്ന് നോക്കിക്കേ. വളരെ സുന്ദരനായിട്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ അവനും നല്ല ഫ്രീ ആയി ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനും അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ ഹെയർ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ പോലും അവൻ ഭയങ്കര റിലാക്സ് ആണ്. ഇപ്പോൾ മൂവ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഹെയർ എല്ലാം 2-3 മാസം കൊണ്ട് തന്നെ പഴയതുപോലെ നല്ല പോലെ ഹെയർ വരും. അതിനുവേണ്ടി ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി അവന് പ്രോപ്പറായിട്ട് ബോഡി ഫുള്ളായിട്ട് ബ്രഷ് ചെയ്യണം. അതുപോലെ ഒരു പ്രോപ്പർ ഡയറ്റ് ഫുഡ് കൊടുക്കണം. അവനൊരു നല്ല സപ്ലിമെൻറ്റ്സും കൊടുത്തു കഴിയുമ്പോൾ അവൻ വീണ്ടും ഹെയറൊക്കെ ഒന്ന് വളരെ സുന്ദരനാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തുടർന്ന് ഇതുപോലെയുള്ള ഏതെങ്കിലും ക്യാറ്റുകൾക്കോ ഡോഗുകൾക്കോ ട്രിമ്മിങ്ങോ ഗ്രൂമിങ്ങോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണിക്കുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.